ഇപ്പം യെസ്. രാമായണ മാസമാണ്. വിവിധ തരത്തിലുള്ള രാമായണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വിവിധ വെർഷൻസ് ഉണ്ട്. അപ്പോൾ അതിലിപ്പം മാപ്പിള രാമായണം എന്നൊക്കെ പറഞ്ഞ് വടക്കൻ കേരളത്തിൽ അങ്ങനെയുണ്ട്. ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്തയാണ് പാകിസ്ഥാനിലെ രാമായണ നാടകം അരങ്ങേറുന്നു എന്നുള്ളൊരു കാര്യം. അത് വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ 2 രാജ്യങ്ങളും തമ്മിൽ ഒരു സമാനമായിട്ടുള്ള ഒരു യുദ്ധസമാനമായിട്ടുള്ള ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുമ്പോൾ എന്താണ് സർ കൂടുതൽ വിശദാംശങ്ങൾ? ഇതില് ആദ്യം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം പറഞ്ഞത് രാമായണത്തിന്റെ വൈവിധ്യം, ഉം. അതിന്റെ ജനകീയത, അതിന്റെ പ്രാപഞ്ചികത അത് വളരെ അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അത് ഒരു ഇതിഹാസത്തിന്റെ അപാരമായ കരുത്താണത്. രാമായണം ഉണ്ടായ കാലം തൊട്ട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് വെർഷൻസ് വന്നു ഇതുപോലെ. ഉം. ഒന്നിനൊന്ന് വ്യത്യസ്തമായ വെർഷൻസ് ആണത്. ഇപ്പോൾ ആദി കവിയായ വാൽമീകിയാണ് രാമായണത്തിന്റെ ആദ്യത്തെ കർത്താവ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വാൽമീകി ഒരു വ്യക്തിയാണോ, ഒരു ഒന്നിലേറെ പേരാണോ, ഒരു പരമ്പരയാണോ എന്നൊക്കെ തർക്കമുണ്ട്. വാൽമീകിയുടെ രാമായണത്തെക്കാളും ജനപ്രിയമായ, മലയാളിക്ക് ജനപ്രിയമായ രാമായണം അധ്യാത്മ അതെ. രാമായണമാണ്. അത് വാൽമീകിയുടേതല്ല. അല്ല. തുഞ്ചത്തെഴുത്തച്ഛൻ പരിഭാഷപ്പെടുത്തിയത് അധ്യാത്മ രാമായണമാണ്. വാൽമീകിയുടെ രാമായണം നമ്മുടെ വള്ളത്തോൾ ഉൾപ്പെടെയുള്ളവർ ട്രാൻസ്ലേറ്റ് ചെയ്തത് മലയാളിക്ക് അതിലേറെ സുപരിചിതമാണ്. ഇപ്പോൾ കേരളത്തിൽ, മലയാളത്തിൽ മാത്രമല്ല, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ രാമായണമല്ല സൗത്ത് ഇന്ത്യയിൽ വരുമ്പോൾ. അപ്പോൾ തമിഴിൽ കമ്പരാമായണം ഏറ്റവും പ്രസിദ്ധമാണ്. അത് രണ്ടും തമ്മിൽ ഒരുപാട് വൈവിധ്യമുണ്ട്. എന്ന് വെച്ചാൽ ഈ അധ്യാത്മ രാമായണത്തിലും വാൽമീകി രാമായണത്തിലും ഒക്കെ രാമനാണ് നായകൻ. കമ്പരാമായണത്തിൽ രാവണനാണ് നായകൻ. അങ്ങനെയൊക്കെയുള്ള പല രാവണന്റെ മകളാണ് സീത. അതെ, പലതരത്തിലുള്ള വെർഷൻസ് ഉണ്ട്. അതായത് കഥയിലും ആഖ്യാനത്തിലും താളത്തിലും വൃത്തത്തിലും ഭാഷയിലും വേഷഭൂഷാദികളിലും ഒക്കെ പ്രാദേശികമായി ഒന്നിനൊന്ന് വ്യത്യസ്തമായ രാമായണങ്ങൾ ഇന്ത്യക്കകത്ത് തന്നെ പലതുണ്ട്, ഇന്ത്യക്ക് പുറത്ത് അതിലേറെ ഉണ്ട്. ഇന്തോനേഷ്യൻ രാമായണം വളരെ പ്രസിദ്ധമാണ്. ഇന്തോനേഷ്യ ഇന്ത്യൻ സംസ്കാരത്തെ വല്ലാതെ നെഞ്ചേറ്റിയ ഒരു നാടാണ്. അതുപോലെ ബാലി രാമായണം, മാലി രാമായണം എല്ലാ പ്രദേശത്തും ഉണ്ട്. ഇതിപ്പോ ഈയിടെ ചൈനയിൽ പോയി വന്ന ഒരാൾ പറഞ്ഞത്, ചൈനയിലെ ഒരു പ്രത്യേക പ്രദേശത്ത് നമ്മുടെ കഥകളിയും ഈ രാമായണവും ഒക്കെ അവർക്ക് സ്വീകാര്യം, വലിയ ജനപ്രിയമാണെന്നാണ്. അതുപോലെ പലതും. ഇപ്പൊ നേപ്പാളിൽ വളരെ പ്രസിദ്ധമാണ്, ജപ്പാനില്. അപ്പൊ അങ്ങനെ പല രാജ്യങ്ങൾക്കും ഇത് വളരെ പ്രിയപ്പെട്ടതാണ്, നമ്മുടെ രാമായണവും മഹാഭാരതവും നമ്മുടെ ഇതിഹാസങ്ങളൊക്കെ. അത് ഇതിഹാസത്തിന്റെ കരുത്താണ്. അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലത്തേതാണ്. ഇപ്പൊ കേരളത്തിലെടുത്താൽ തന്നെ പല വെർഷൻസ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മാപ്പിള രാമായണം കർത്താവ് ആരാണെന്ന് അറിഞ്ഞൂടാ. അപ്പോ കർത്താവ് ആരാണെന്ന് അറിയാത്ത, എന്ന് വെച്ചാൽ താളം മാപ്പിളപ്പാട്ടിന്റെ താളമാണ്. കോസ്റ്റ്യൂംസ് ഒക്കെ മാപ്പിളമാരുടെ, മുസ്ലിംസിന്റെ കോസ്റ്റ്യൂംസ് ആണ്. കഥാപാത്രങ്ങളൊക്കെ മുസ്ലിം വേഷധാരികൾ, അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളാണ്. പേര് ഇതൊക്കെ തന്നെ, അതേ കഥാപാത്രങ്ങളാണ്. കഥ ഇത് തന്നെ, പക്ഷേ പല മാപ്പിളപ്പാട്ടിന്റെ താളത്തിൽ. അത് അജ്ഞാത കർത്താവാണ്. പക്ഷെ അത് 1975-ലോ 76-ലോ നമ്മുടെ കാരശ്ശേരി മാഷ്, ഡോക്ടർ എം എൻ കാരശ്ശേരിയുടെ ഗവേഷണത്തില് വടകരയിലെ CH കുഞ്ഞിരാമൻ നമ്പ്യാരുടെ കളക്ഷൻ കണ്ടെത്തിയതാണ്. അത് അങ്ങനെയാണ് നമ്മളത് അറിയുന്നത്. അതിനു മുമ്പ് ഏതോ കാലത്ത് എഴുതപ്പെട്ടതാണ്, അജ്ഞാതനാണ്, ആരോ എഴുതിയതാണ്. അപ്പോ അത് അങ്ങനെ വെർഷൻ ഉണ്ട്. ആദിവാസി രാമായണങ്ങളുണ്ട്. രാമായണത്തിന്റെ വൈവിധ്യം എന്നത് ഒരു ഇതിഹാസത്തിന്റെ ബഹുസ്വരതയും, ഒരു ഇതിഹാസത്തിന്റെ സ്വീകാര്യതയും, ഒരു ഇതിഹാസത്തിന്റെ പ്രാപഞ്ചികതയും തെളിയിക്കുന്നതാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ഈ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാകിസ്ഥാനിൽ നിന്നൊരു രാമായണം വരുന്നു. രാമായണം എന്ന് പറയുന്നത് നമ്മുടെ രാമായണം തന്നെ. പക്ഷേ ആ വ്യത്യാസമുള്ളത്, ഇപ്പോ ജടിലമായ, അല്ലെങ്കിൽ ഈ വരേണ്യവർഗത്തിന് മാത്രം വായിച്ചാൽ മനസ്സിലാകുന്ന ഈ രാമായണം എന്ന കാവ്യത്തെ ഏറ്റവും ജനകീയമായ മലയാളത്തിലേക്ക് എഴുത്തച്ഛൻ മാറ്റിയല്ലോ. അതുപോലെ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു വിപ്ലവകരമായ ഒരു പ്രവർത്തനമാണ്. ഏറ്റവും ജനകീയമായ ഉറുദു ഭാഷയിലേക്ക് മാറ്റുന്നു രാമായണത്തിന്റെ ഒരു വെർഷൻ. അത് തൽക്കാലം ഇപ്പൊ അത് വന്നിരിക്കുന്നത് നാടക രൂപത്തിലാണ്, എങ്കിലും വന്നല്ലോ ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിന്റെ താളം ഗസലുകളുടെയൊക്കെ ഒരു താളത്തിലാണ്, പ്രണയഗീതങ്ങളുടെയൊക്കെ ഒരു താളത്തിൽ. അപ്പോ ഒരു രാമായണം ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ അയോധ്യയിൽ നടന്നതുപോലെ ഉള്ള ഒന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ, സിന്ധിലോ പഞ്ചാബിലോ ഒക്കെ നടക്കുന്നത് പോലുള്ള ഒരു കാവ്യം. അതാണ് അതിന്റെ ഒരു ജനകീയത. രണ്ട്, നേരത്തെ ഇപ്പോ വിജയ് പറഞ്ഞ പോലുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അതായത് ഈ സമയത്താണ് ഇതുണ്ടാകുന്നത്. രാമായണം പാകിസ്ഥാനിൽ സ്വീകരിക്കപ്പെടുന്നു. പാകിസ്ഥാനിൽ സ്വീകരിക്കപ്പെടുന്ന ഏത് കാലത്താണ്? പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഈ പറഞ്ഞ സഹൃദയത്വമോ സംസ്കാരമോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഭരണകൂടത്തിന് അധികാരം നിലനിർത്താനുള്ള കുടിലമായ രാഷ്ട്രീയവും അതിന്റെ അനുബന്ധമായി വരുന്ന അഴിമതിയും ഒക്കെ ആയിരിക്കും. ലോകത്തിലെ മിക്ക ഭരണകൂടങ്ങളുടെയും സ്വഭാവം പാകിസ്ഥാനും ഉണ്ട്. പാകിസ്ഥാനും കൂടിയ അളവിലുണ്ട്.
പാകിസ്ഥാൻ ഭരണകൂടം തീവ്രവാദികളെ വളർത്തിയെടുത്തിട്ട് ഇന്ത്യയിലെ നിരപരാധികളായ 26 മനുഷ്യരെ വന്ന് കൊന്നിട്ട് പോയ സമയത്താണ്. അതിനെ ചെറുക്കാൻ വേണ്ടി നമ്മൾ നമ്മുടേതായ രീതിയിൽ തിരിച്ചടിച്ചു. അതിനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അതിനകത്തും പ്രത്യേകതയുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടു. ഇന്ത്യയുടെ തിലകക്കുറിയായ കാശ്മീരിനെ അപമാനിക്കാൻ വരുന്നത് ആരാണോ, അതിന്റെ ഭംഗി കെടുത്താൻ വരുന്ന ആരാണോ, അവരെ ഞങ്ങൾ തിരിച്ചടിക്കും. തിരിച്ചടിക്കാൻ പോകുന്ന 2 സ്ത്രീകളാണ്. അപ്പൊ ഈ 2 പേരാണ്. അപ്പൊ അതിലൊരാൾ ഇപ്പോ വ്യോമിക സിംഗും സോഫിയ ഖുറൈഷിയുമാണ്. അപ്പോൾ സോഫിയ ഖുറൈഷിയും നമ്മൾ കൊടുക്കുന്നൊരു മെസ്സേജ് അങ്ങനെയാണ്, നമ്മൾ മതത്തിന്റെ പേരിൽ തീവ്രവാദം ഉണ്ടാക്കുന്നവരല്ല, മതങ്ങൾ തമ്മിൽ സഹവർത്തിക്കുന്നവരാണ്. ഇന്ത്യയെ രക്ഷിക്കുന്ന പട്ടാളത്തിന്റെ തലപ്പത്ത് പോലും വനിതകളായ 2 സഹോദര സമുദായങ്ങൾ ഒരുമിച്ച് രാജ്യത്തിന് വേണ്ടി പൊരുന്നു എന്നുള്ള മെസ്സേജാണല്ലോ. പ്രത്യേകിച്ചും കാശ്മീരിൽ അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഭീകരവാദികളെ വളർത്തിയിട്ട് ഇന്ത്യയെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിനകത്ത് അവിടുത്തെ ജനങ്ങൾ ആ ഭരണകൂടത്തിന്റെ കൂടെയല്ല. അതൊരു മെസ്സേജാണല്ലോ. ഭരണകൂടത്തെ പോലെ ഇന്ത്യയെ ശത്രുവായിട്ട് കാണുന്നില്ല. അവിടുത്തെ കലാകാരന്മാരും നാട്ടുകാരും എന്താണ് ചെയ്യുന്നത്? ഇന്ത്യൻ സംസ്കാരത്തെ അവർ ഉയർത്തിപ്പിടിക്കുകയാണ്. ഇന്ത്യൻ ഇതിഹാസത്തെ അന്യവൽക്കരിക്കുകയല്ല. അത് അവരന്റെയാണ്, എന്റെ ശത്രുരാജ്യത്തിന്റെ ആണെന്നല്ല, എല്ലാവരുടേതുമാണ് എന്ന് പറയുന്നത്. അവിടുത്തെ മുസ്ലിം കലാകാരന്മാരാണ്, മുസ്ലിം കലാകാരന്മാരുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ പേര് ഔജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൗജ് എന്നാണ്. മൗജ് കളക്റ്റീവ് എന്ന് പറയുന്നത് അവിടുത്തെ ഈ ജെനുവിനായ ആർട്ടിസ്റ്റുകളുടെ, പ്രസിദ്ധരായ ആർട്ടിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മയാണ്. അവര് കറാച്ചിയിലാണ് ഈ നാടകം വെച്ചത്. ഈ നാടകത്തിന്റെ പ്രത്യേകത, ഈ നാടകം നടത്തിയത് ജൂലൈ 11-നാണ്. കറാച്ചിയിലെ പ്രസിദ്ധമായ ആർട്സ് കൗൺസിൽ ഓഫ് പാകിസ്ഥാൻ എന്ന ഹാളിലാണ് നടന്നത്. വേറൊരു പ്രത്യേകത, ഇങ്ങനൊരു നാടകം പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ഇതിഹാസമായ രാമായണം നാടക രൂപത്തിൽ ആവിഷ്കരിക്കുന്നു ജൂലൈ 11-ന് വൈകുന്നേരം എന്ന് പറഞ്ഞ് ടിക്കറ്റ് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. അവർ 1000 ടിക്കറ്റ് അടിച്ചു. 1000 ടിക്കറ്റ് അടിക്കുന്നത് നമുക്കറിയാലോ, 100-300 വിറ്റുപോയാൽ നടത്തിക്കൊണ്ടു പോകാന്ന് വെച്ചിട്ടാണ്. അതിവേഗത്തിൽ 1000 ടിക്കറ്റും വിറ്റ് തീർന്നു എന്ന് പറഞ്ഞാൽ ഒരു നാടകം കാണാൻ 1000 പേര് വിജയം എന്ന് ആലോചിച്ചു. കേരളത്തിൽ പോലും എവിടെ കിട്ടില്ല. അപ്പൊ അത്ര വലിയ സ്വീകാര്യത കിട്ടി ഈ നാടകത്തിൽ. ഒന്ന്, ജൂലൈ 11 വെള്ളിയാഴ്ചയാണ്. പാകിസ്ഥാൻ ഇപ്പൊ ഒരു മുസ്ലിം രാജ്യം എന്ന നിലയിൽ അവർക്ക് പ്രിയപ്പെട്ട ഒരു ദിവസമാണ്. ആ ദിവസം തന്നെ അവർ വെച്ചു. വേറൊന്ന്, ജൂലൈ 11-ന് നാടകം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത്? രാമായണ മാസത്തെ, നേരത്തെ വിജയ് പറഞ്ഞ പോലെ രാമായണ മാസത്തെ സ്വീകരിക്കാൻ നമ്മൾ വളരെ ആരാധനാപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതിനൊരു പിന്തുണ കൂടി ആയിത്തീരുന്നു. നല്ല സമയമാണ്. ഞാൻ പറയാം, ഒരു പക്ഷേ സമാനമായ ഒരു പാകിസ്ഥാനിലെ ഒരു മാസത്തിന്റെ കാലാവസ്ഥയുടെ സ്ഥിതി അതാവാം. അതൊന്ന്. വേറൊരു പ്രത്യേകത, ഇദ്ദേഹം ഈ പറഞ്ഞത്, ഈ നാടകത്തിന്റെ സംവിധായകന്റെ പേര് യോഗേശ്വർ കരേറ എന്നാണ്. അദ്ദേഹം സിന്ധിയാണ്. ചെറുപ്പത്തിൽ അദ്ദേഹം ജനിച്ചത് ഇന്ത്യയിലാണ്. അദ്ദേഹത്തിന് പ്രായമായപ്പോൾ അവരവിടെ കൂടിയ ഈ കറാച്ചിയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. കറാച്ചി ഈ അവിഭക്ത ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമാണ്. വളരെ അടുത്താണ്. ഇപ്പൊ അഹമ്മദാബാദിൽ അറിയാലോ, ഭൂപ്രദേശം എന്ന് ഓർത്തു നോക്കും. ഗുജറാത്തിന്റെ തലസ്ഥാനമായ കച്ചിൽ നിന്നോ അഹമ്മദാബാദിൽ നിന്നോ ഏതാനും മിനിറ്റുകൾ കപ്പലിൽ സഞ്ചരിച്ചാൽ നമ്മുടെ സമുദ്രാതിർത്തി കടന്ന അപ്പുറത്ത് കറാച്ചിയായി. അങ്ങനെയാണ്. അപ്പൊ കറാച്ചി ഒരു വലിയ വ്യാപാര കേന്ദ്രവും തുറമുഖവുമാണ് പണ്ട് തന്നെ. ഈ വിഭജനക്കാലത്ത് അവിടെ പെട്ടുപോയ മനുഷ്യരുണ്ട്, അതുപോലെ ഇവിടെ പെട്ടുപോയവരുണ്ട്. എന്നുവെച്ചാൽ ഉപജീവനം അവിടെയാണ്, കുടുംബം ഇവിടെയാണ്. അങ്ങനെ പെട്ടുപോയവരെ കുറിച്ചൊരു സിനിമയുണ്ട് മലയാളത്തിൽ, പരദേശി എന്ന് പറയും, പി.ടി. കുഞ്ഞുമോഹൻ. അത് ഇതാണ്. അവിടെ വേണോ ഇവിടെ വേണോ ശങ്കയിലായി. അവിടെ പെട്ടവർക്ക് ഈ പൗരത്വമില്ല, ഇവിടെ പെട്ടവർക്കും പൗരത്വമില്ല. അങ്ങനെ 2 രാജ്യത്തിനും ഇടയിൽ പെട്ടുപോയ നിസ്സഹായരായ മനുഷ്യരാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ചിത്രം. അപ്പൊ ആ കറാച്ചിയിലാണ് ഇത് നടക്കുന്നത്. വേറൊരു പ്രത്യേകത, അവിടുത്തെ മുസ്ലിം കലാകാരന്മാരുടെ കൂട്ടായ്മ എന്നാണ്. സംവിധായകൻ യോഗേശ്വർ കരേറ മാത്രമാണ് ഞാൻ നോക്കുമ്പോൾ ഈ കൂട്ടത്തില് ഈ എല്ലാവരും ഉണ്ട്. അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൽ രാമനായി അഭിനയിച്ച നടന്റെ പേര് അഷ്മൽ ലൽവാനി എന്നാണ്. ഒരു മുസ്ലിം, അവിടുത്തെ പ്രസിദ്ധനായ ഒരു മുസ്ലിം നടനാണ്. വേറൊരാള് അവിടുത്തെ ഇതാണ്. സീതയായി അഭിനയിച്ച സുന്ദരിയായ നടിയുടെ പേര് റാണ കാസ്മി എന്നാണ്. റാണ കാസിമി ഒരു മുസ്ലിം നടിയാണ്. വേറൊന്ന് ഹനുമാനായിട്ട് അഭിനയിച്ചത് ജിബ്രാൻ ഖാൻ എന്ന നടനാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കലാകാരന്മാർക്ക് ജാതിയും മതവും ഒന്നും, മതരാഷ്ട്രങ്ങൾ, മതത്തിന്റെ പേരിലുള്ള വൈരങ്ങളൊന്നും അവരെ ബാധിച്ചിട്ടില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രശ്നം. 2, എന്തിനാണ് ഞങ്ങൾ ഈ സമയത്ത് ഈ നാടകം നടത്തുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. 1, രാജ്യങ്ങളും ഗവൺമെന്റുകളും യുദ്ധങ്ങളും ഒന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളാണ്. 1, ഇതിഹാസങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക ദേശത്തിൻ്റെതല്ല, അത് പ്രപഞ്ചത്തിന്റെ മൊത്തമാണ്. രാമായണമാണെങ്കിൽ നമ്മുടെ കോണ്ടിനെന്റിന്റെ അഭിമാനകരമായ സംഭാവനയുമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ കോണ്ടിനെന്റിന്റെ ആണ്, ഇന്ത്യയുടെ മാത്രമല്ല. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ബർമ്മയുടെയും
മ്യാൻമറിന്റെ ഒക്കെ ചേർന്ന ഒരു 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 കൂട്ടായ്മയാണിത്. തിബറ്റിന്റെയും നേപ്പാളിന്റെയും ഒക്കെ ചേർന്ന ഒരു 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 വലിയ നമ്മുടെ സംഭാവനയാണ് എന്നാണ് അവർ പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ രാമായണത്തിന്റെ മൂല്യങ്ങൾ പ്രാപഞ്ചികമാണ്. അത് ഏതെങ്കിലും ഒരു ദേശത്തിനോ ഒരു രാജ്യത്തിനോ മാത്രം ഉള്ളതല്ല. ആ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നും ലോകം നിലകൊള്ളേണ്ടത്. രാമായണത്തിന്റെ മൂല്യങ്ങളെ ജനകീയമാക്കാനുള്ള ശ്രമം കൂടിയാണ്. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒന്ന്, രാമായണം എന്ന ഇതിഹാസം എല്ലാ കാലത്തും അങ്ങനെ അതിന് പ്രചാരം കിട്ടിക്കൊണ്ടേയിരിക്കും, സ്വീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, ലോകമെങ്ങും അത് ആദരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമായി നമ്മൾ ഇതിനെ കാണുന്നു. രണ്ടാമത്തെ പ്രത്യേകത, ലോകത്തിലെ ഭരണകൂടങ്ങൾ യുദ്ധങ്ങൾ ഉണ്ടാക്കുമ്പോഴും ആയുധ കച്ചവടം നടത്തുമ്പോഴും പരസ്പരം മനുഷ്യർ തമ്മിൽ പരസ്പരം ചോര ചിന്തുമ്പോഴും കലാകാരന്റെ മനസ്സിൽ ഈ ഒരു ക്രിമിനൽ ചിന്ത വരുന്നില്ല. അവന്റെ മനസ്സിൽ അപ്പോഴും മനുഷ്യനേ ഉള്ളൂ. അവൻ ഒരു സമുദായമേ ഉള്ളൂ. അത് മനുഷ്യൻ എന്ന സമുദായമാണ് ആ ചിന്ത. അതുകൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടം ഇന്ത്യയോട് കാണിക്കുന്ന എല്ലാ അതിക്രമങ്ങളെയും അപലപിക്കുമ്പോഴും ഇന്ത്യയിലെ കലാകാരന്മാർ ഈ പാകിസ്ഥാൻ കലാകാരന്മാരെ നമിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഈ സന്ദർഭത്തിന്റെ പ്രാധാന്യം.